പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ വലിയ ശാന്തിയും വലിയ സമാധാനവും ഒരു അഭിഷേകവും കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ അച്ഛൻ കണ്ടശാങ്കടം എൻ്റെ ഇടവക പള്ളിയിൽ വന്നായിരുന്നു. അപ്പോൾ ഇടവകയുടെ ഒരു പശ്ചാത്തലത്തിലാണ് വൈറ്റാണ്, പള്ളി കംപ്ലീറ്റ് വൈറ്റ് അടിച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടവകയിൽ നിന്നിട്ടാണ് ഞാൻ അപ്പച്ചൻ്റെ കുടിയേരത്തിലൊക്കെ പോയായിരുന്നു പ്രാർത്ഥിച്ച്. ഇന്ന് നമ്മുടെ പിന്നെ നോക്കിയേ, നമ്മുടെ വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായറാണ് നമ്മുടെ താമസമുള്ള ധ്യാനം. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നിങ്ങൾ പറയണം, യേശുക്രിസ്തുവിന്റെ നാമത്തില് സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തില് വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ നടത്തപ്പെടുന്ന ആത്മീയ വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 51:11. അവിടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് എങ്ങനെയാണ്? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ നിമിഷങ്ങളുണ്ട്. കർത്താവ് മാപ്പ് ചോദിക്കുന്നു നമുക്ക് പറയാം. ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, യേശുവിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തി യേശുവിനായിട്ട് ആഗ്രഹിക്കുന്ന സമയം തന്നെ അവന്റെ ജീവിതത്തിലെ തിന്മ ബന്ധിച്ചിട്ടുള്ള ആ ചണനൂലുകൾ അത് ദൈവശക്തിയാൽ തകർക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ, ദൈവാത്മാവ് നമുക്ക് വിടുതൽ നൽകും. ഈ ഒരു ആശീർവാദ വേളയിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖല നമ്മൾ ബന്ധിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, അലസതയുടെ, നിരാശയുടെ, കുറ്റബോധത്തിന്റെ രൂപികളുണ്ടെങ്കിൽ ഈ ആശീർവാദ വേളയിൽ അത് വിട്ടുപോട്ടെ. അതുപോലെ തന്നെ വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിലെ ഈ ആശീർവാദം സ്വീകരിക്കുന്ന ഓരോ മകനെയും മകളെയും